നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. ഇതിലെന്താണെന്ന് വെച്ചാൽ യൂസ് നെഗേഷൻ ഓഫ് ദി കൺക്ലൂഷൻ ആസ് ആൻ എഡീഷണൽ പ്രിമൈസ് ആൻഡ് ട്രൈ ടു അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. ഇതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൺക്ലൂഷനിൽ വാലിഡ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് തരും യൂസിങ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ അപ്ലൈ ചെക്ക് ദി വാലിഡിറ്റി ഓഫ് ദി ആർഗ്യുമെൻറ്റ് യൂസിങ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ. അപ്പോൾ കോൺട്രഡിക്ഷൻ്റെ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഈ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ അപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രൂഫ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ യൂസ് നെഗേഷൻ ഓഫ് ദി കൺക്ലൂഷൻ ആസ് എൻ എഡീഷണൽ പ്രിമൈസ്. നമ്മൾ കണ്ടീഷണൽ പ്രൂഫിലെല്ലാം എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ ഫോം ആണെങ്കിൽ പി നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും, പി നമ്മൾ അസ്യൂം ചെയ്യും, എന്നിട്ട് ക്യൂ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുക അല്ലേ. അതേപോലെ ഇതിൽ നമ്മൾ എന്താ പി നമ്മൾ അസ്യൂം ചെയ്യല്ലേ, അതേപോലെ നമുക്ക് എന്താണോ കൺക്ലൂഷൻ തന്നിട്ടുള്ളത് ആ കൺക്ലൂഷൻ്റെ നെഗേഷനെ നമ്മൾ എന്ത് ചെയ്യണം, അസ്യൂം ചെയ്തെടുക്കണം. കൺക്ലൂഷൻ്റെ നെഗേഷൻ ഓഫ് ദി കൺക്ലൂഷനെ എന്ത് ചെയ്യുക, എഡീഷണൽ പ്രിമൈസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കോൺട്രഡിക്ഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് ഫോൾസ് ഡിറൈവ് ചെയ്ത് എടുക്കുക വേണ്ടത്. ഓക്കെ. അപ്പം ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ബൈ ഇൻഡയറക്റ്റ് പ്രൂഫ് ഷോ ദാറ്റ്. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ബൈ ഇൻഡയറക്റ്റ് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ ഷോ ദാറ്റ് പ്രിമൈസസ് തന്നിട്ടുണ്ട്. പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ, പി ഓർ ആർ, ഇങ്ങനെ ഒരു ആറോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഈ 3 പ്രിമൈസസിനും നിങ്ങൾക്ക് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ട കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ ആറാണ്. ആർ എന്ന് പറയുന്ന കൺക്ലൂഷനാണ് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഈ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രൂഫ് എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രൂഫ്, കൺക്ലൂഷൻ്റെ നെഗേഷനെ നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പം കൺക്ലൂഷൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്താ, കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആറാണ്, നെഗേഷൻ എന്ന് പറയുന്നത് നെഗേഷൻ ആർ. അപ്പോൾ എന്താ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നെഗേഷൻ ആറിനെ നമ്മൾ അസ്യൂം ചെയ്തെടുത്തു. നെഗേഷൻ ആർ എന്ന് പറയുന്നത് അസംഷൻ. പിന്നെ പി ഇംപ്ലൈസ് ക്യൂ ഗിവൺ, ക്യൂ ഇംപ്ലൈസ് ആറും ഗിവൺ, പി ഓർ ആർ ഗിവൺ. ഇനി ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ എന്ന് പറയുന്നത് എന്താ, ഹൈപ്പോത്തറ്റിക് സിലോജിസം അപ്ലൈ ചെയ്യുക അല്ലേ. പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആറിൽ ഹൈപ്പോത്തറ്റിക് സിലോജിസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പി ഓർ ആർ അല്ലേ. പി ഇംപ്ലൈസ് ആർ, പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആറിന് എന്ത് കിട്ടും, പി ഇംപ്ലൈസ് ആർ. ഹൈപ്പോത്തറ്റിക് സിലോജിസം ഓൺ 2 and 3, 2ലും 3ലും ഹൈപ്പോത്തറ്റിക് സിലോജിസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, പി ഇംപ്ലൈസ് ആർ കിട്ടി. ഇനി നമുക്ക് ലാസ്റ്റ് എന്തിലാണ് എത്തേണ്ടത്, ഫോൾസിലാണ് എത്തേണ്ടത്, കോൺട്രഡിക്ഷനിലാണ് എത്തേണ്ടത്. അതിൻ്റെ നെഗേഷൻ നമ്മൾ അസ്യൂം ചെയ്യുക, ലാസ്റ്റ് എത്തിപ്പെടേണ്ടത് കോൺട്രഡിക്ഷനിൽ എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർഗ്യുമെൻറ്റ് വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രൂഫ് ആണെങ്കിൽ കോൺട്രഡിക്ഷനിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ആർഗ്യുമെൻറ്റ് വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ. അപ്പം നമ്മൾ ഇത്ര പി ഇംപ്ലൈസ് ആർ വരെ എത്തി. ഇനി നമ്മൾ മോഡസ്റ്റ് ടോളറൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ആർ നെഗേഷൻ ആർ അല്ലേ. പി ഇംപ്ലൈസ് ആർ നെഗേഷൻ ആർ എന്ന് പറയുന്നത് എന്താ, നെഗേഷൻ പി ആണ്. യൂസിങ് മോഡസ്റ്റ് ടോളറൻസ് ഓൺ 5 and 1 അല്ലേ. 5 and 1ൽ മോഡസ്റ്റ് ടോളറൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, പി ഇംപ്ലൈസ് ആർ നെഗേഷൻ ആർ എന്ന് പറയുന്നത് നെഗേഷൻ പി ആണ് അല്ലേ. ഇനി ഇത് നോക്ക്, പി ഓർ ആർ നെഗേഷൻ പി അല്ലേ. പി ഓർ ആർ നെഗേഷൻ പി എന്ന് പറയുന്നത് ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പി ഓർ ആർ നെഗേഷൻ പി എന്ന് പറയുന്നത് എന്താ, ആർ ആണ്. ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം ഓൺ 4 and 6, 4ലും 6ലും ഡിസ്ജങ്ക്റ്റീവ് സിലോജിസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടി. ഇനി ആർ ആൻഡ് നെഗേഷൻ ആർ, ആറും നെഗേഷൻ ആറും നമ്മൾ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആർ ആൻഡ് നെഗേഷൻ ആർ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് എഫ് കിട്ടും. ആർ ആൻഡ് നെഗേഷൻ ആർ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ലോ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോ ഓഫ് ഇൻവേഴ്സ്.
ഇൻവേഴ്സ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ആൻഡ് നെഗേഷൻ ആർ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് കിട്ടും. ആർ ഏതിലാണ് ഉള്ളത് 7ലും, നെഗേഷൻ ആർ എവിടെയാണ് ഉള്ളത് 1ലും. അപ്പോൾ രണ്ടും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എഫ് കിട്ടും. ആറ് നമുക്ക് ഓൾറെഡി ആറ് ട്രൂ ആണ്. ഇനി അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്ത് ആൻഡ് നെഗേഷൻ ആർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഫാൾസ്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് കൺക്ലൂഷൻ എവിടെ എത്തിയ, ഫാൾസിൽ എത്തിപ്പെട്ട്. അപ്പോൾ നമുക്ക് പറയാം എന്താ, ദിസ് ആർഗ്യുമെൻറ്റ് ഇസ് വാലിഡ്, ആർഗ്യുമെൻറ്റ് വാലിഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്വെൽ സ്റ്റേറ്റ്മെൻറ്റ്, ഡ്വെൽ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. Let S be a statement and no logical connectives other than and or, then the dwell statement is denoted by ST. S എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡ്വെല്ലിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക എസ് ഡി എന്ന് പറഞ്ഞിട്ടാണ്. എസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡ്വെല്ല് എന്ന് പറയുന്നത് എസ് ടി ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആൻഡ് ഓപ്പറേറ്ററോ ഓർ ഓപ്പറേറ്ററോ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആൻഡും ഓറും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ദെൻ the dwell statement ST, STനെ നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക ബൈ റീപ്ലേസിങ് ഓൾ ആൻഡ് ബൈ ഓർ. എല്ലാ ആൻഡിനെയും ഓർ വെച്ച് റീപ്ലേസ് ചെയ്യും, ഓറിനെ ആൻഡ് വെച്ചിട്ടും റീപ്ലേസ് ചെയ്യും. ഇങ്ങനെ രണ്ടും രണ്ടും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. ഓർ എന്തായി മാറും, ആൻഡ് ആവും, ആൻഡ് ഓറാവും. ആൻഡ് occurrence of true by false and false by true respectively. ട്രൂ ഫാൾസ് ആയി മാറും, ഫാൾസ് ട്രൂ ആയി മാറും. ജസ്റ്റ് പിന്നെ നെഗേഷനോ അങ്ങനെയൊന്നും എന്താ വേരിയബിൾസിലൊന്നും അപ്ലൈ ആവില്ല. ജസ്റ്റ് എന്താവുക, ട്രൂ ഫാൾസും ആവും, ഫാൾസ് ട്രൂ ആവും. ആൻഡ് ഓപ്പറേറ്റർ എന്തായി മാറും, ഓർ ഓപ്പറേറ്ററായിട്ട് കൺവേർട്ടഡ് ആവുക ചെയ്യാം. ഇത് നോക്ക്, എസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് നെഗേഷൻ എ ആൻഡ് ബി ഓർ എ ആൻഡ് നെഗേഷൻ ബി, ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഡ്വെല്ല് എന്ന് പറയുന്നത് എസ് ടി എന്നാണ്. എസ് ടിയിൽ എന്താണ് ഡ്വെല്ല് എന്ന് പറയുന്നത്, എന്താ എസ് ടിയിൽ നെഗേഷനിലൊന്നും ചേഞ്ച് വരില്ല. എസിൻ്റെ നെഗേഷനിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരും, ആൻഡ് ഓപ്പറേറ്റർ ഓർ ഓപ്പറേറ്ററായിട്ട് മാറും, ഓർ ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറേറ്ററായിട്ട് മാറും. പിന്നെ ഓൾ എക്സ് ഉണ്ടെങ്കിൽ അത് സം എക്സ്, അല്ലെങ്കിൽ ട്രൂ ഉണ്ടെങ്കിൽ അതെന്തായി മാറും, ഫാൾസ് ആയിട്ട് മാറും. ഫാൾസ് എന്തായിട്ട് മാറും, ട്രൂ ആയിട്ട് മാറും. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഡ്വെല്ലിൽ വരും. അപ്പം എസിൻ്റെ ഡ്വെല്ല് എങ്ങനെയാണ് നമ്മൾ എഴുതുക, എസിൻ്റെ ഡ്വെല്ല് എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്ററിന് ഓർ ഓപ്പറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യും, ഓർ ഓപ്പറേറ്ററിന് ആൻഡ് ഓപ്പറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യും. നെഗേഷൻ ഒന്നും ചേഞ്ച് ആവില്ല. എക്സാമ്പിളായിട്ട് ഒന്ന് നോക്കിക്കോ. എസ് എന്ന് പറയുന്നത് എസ് ഇസ് ഈക്വൽ ടു പി ആൻഡ് ക്യൂ ഓർ ആർ ആൻഡ് എസ്, ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡ്വെല്ല് എന്ന് പറയുന്നത് എന്താ, എസ് ടി എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഇതെന്തായി മാറും, പി ആൻഡ് ഇസ് കൺവേർട്ടഡ് ടു ഓർ ഇസ് കൺവേർട്ടഡ് ടു ആൻഡ്, ആർ ഓർ എസ്. സോ ദിസ് ഇസ് ദ ഡ്വെൽ. ഇതിൽ ഇൻഡിവിജ്വൽ എലിമെൻസിൻ്റെ നെഗേഷൻ ഒന്നും വരില്ല. അതേ സ്ഥാനത്ത് ഇവിടെ എന്തെങ്കിലും ട്രൂ ഓർ ഫാൾസ് അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യും, ട്രൂ ഫാൾസ് ആയിട്ട് മാറും, ഫാൾസ് ട്രൂ ആയിട്ട് മാറും. എസ് ഈക്വൽ ടു പി ആൻഡ് ട്രൂ ആണെങ്കിൽ എസ് ടി എന്ന് പറയുന്നത് എന്താ, പി ഓർ ആൻഡ് ഓർ ആവും, ട്രൂ എന്തായി മാറും, ഫാൾസ്. ഈ ചേഞ്ചസ് ആണ് ഒക്കർ ചെയ്യുക. അതാണ് എന്ത്, ഡ്വെല്ല്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി എന്ന് പറയുന്നത് ലെറ്റ് എസ് ആൻഡ് ആർ ബി ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻസ് നോ ലോജിക്കൽ കണക്റ്റീവ്സ് അതർ ദാൻ ആൻഡ് ഓർ. ആൻഡ് ഓറും അല്ലാണ്ടുള്ള ലോജിക്കൽ കണക്റ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, എസ്സും ആറും. അപ്പം എസിൻ്റെ ഡ്വെല്ല് എസ്സും ടിയും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ എസ്സും ടിയും ലോജിക്കലി ഈക്വലൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡ്വെല്ലും എന്താ, ലോജിക്കലി ഈക്വലൻ്റ് ആയിരിക്കും. എസ് ടി ഇസ് ലോജിക്കലി ഈക്വലൻ്റ് ടു എസ് ടി. ഇപ്പം എസ് ആൻഡ് ടി ആർ
ബി ടു സ്റ്റേറ്റ്മെൻറ്റ്സ്, എസും ഡിയും ടിയും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് നോ ലോജിക്കൽ കണക്റ്റീവ്സ് അതർ ദാൻ ആൻഡ് ഓർ ആൻഡ് ഓറും അല്ലാത്ത വേറെ ലോജിക്കൽ കണക്റ്റീവ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എസ് ഇസ് ലോജിക്കലി ഈക്വലൻറ്റ് ടു ടി ആണെങ്കിൽ എസിൻ്റെ ഡ്വെല്ലും ടീൻ്റെ ഡ്വെല്ലും എന്താ ലോജിക്കലി ഈക്വലൻ്റ് ആയിരിക്കും. അതാണ് എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ഡ്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലോജിക്കൽ ഇക്വാലൻസ്. ലോജിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത് എന്താ, ഈ ക്വാണ്ടിഫയേഴ്സ് നമുക്കറിയാം. ലോജിക്കൽ ഇക്വാലൻസ് എന്ന് പറയുന്നത് എന്താ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരേ ട്രൂത്ത് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലോജിക്കൽ ഇക്വാലൻറ്റ് എന്ന് പറയാം അല്ലേ. അതേപോലെ ക്വാണ്ടിഫയേഴ്സിൻ്റെ കേസിൽ ഇപ്പം ലോജിക്കൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ലോജിക്കലി ഈക്വലൻ്റ് ആണെങ്കിൽ all x p of x is logically equivalent to q of x when p of a is equivalent to q of a. ഈ പിക്ക് ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ ക്യൂക്കും അതേ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിനും ഒരേ ട്രൂത്ത് വാല്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ക്വാണ്ടിഫയർ ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന്. അതേപോലെ ലോജിക്കൽ ഇംപ്ലിക്കേഷൻ. If p of a implies q of a, for the above statement p of x and q of x, we write all x p of x implies q of x അല്ലേ. എക്സിന് ഒരു എ എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, പി ഓഫ് എ ക്യൂ ഓഫ് എ, പി ഓഫ് എ ഇംപ്ലൈസ് ക്യൂ ഓഫ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓൾ എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയാം. എ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണെങ്കിൽ പി ഓഫ് എ ഇംപ്ലൈസ് ക്യൂ ഓഫ് എ ആണെങ്കിൽ എന്ത് പറയാം, ഓൾ എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്. നമ്മൾ ജനറലൈസേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്രിഫിക്സ് ചെയ്യുക. ലോജിക്കൽ ഇംപ്ലൈസ്, ഇത് ഈക്വാലൻസ്. നെക്സ്റ്റ് നമ്മുടെ ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾ എക്സ് പി ഓഫ് എക്സ് ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ് എന്നാണെങ്കിൽ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന്, ഇൻവേഴ്സ് എന്താ, ക്വാണ്ടിഫയേഴ്സിൽ ഇൻവേഴ്സ് എങ്ങനെ എഴുതാം, ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ q of x. ഇനി കോൺവേഴ്സ് ആണെങ്കിലോ, ഇതിന് ഇംപ്ലിക്കേഷൻ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ക്യൂ ഇംപ്ലൈസ് പി അല്ലേ. അപ്പം ഇതിൻ്റെ കോൺവേഴ്സ് എന്തായിരിക്കും ഇംപ്ലിക്കേഷനിൽ, ക്വാണ്ടിഫയേഴ്സിൽ ക്യൂ ഓഫ് എക്സ് ഇംപ്ലൈസ് പി ഓഫ് എക്സ്. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് കോൺവേഴ്സിൻ്റെ നെഗേഷൻ. അപ്പോൾ എങ്ങനെയാണ്, നെഗേഷൻ ഓഫ് ക്യൂ ഓഫ് എക്സ് ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ്. നമ്മൾ സാധാരണ പ്രൊപ്പോസിഷണൽ ലോജിക് പോലെ തന്നെ, പക്ഷേ ക്വാണ്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സ്റ്റേറ്റ്മെൻറ്റ് ഫങ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഉണ്ടാവും. സാധാരണ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂവിന് പകരം എന്താ ഉണ്ടാവുക, ഓൾ എക്സ് പി ഓഫ് എക്സ് ക്യൂ ഇംപ്ലൈസ് ക്യൂ ഓഫ് എക്സ്. ഇവിടെ ഒരു ക്വാണ്ടിഫയറും ഉണ്ടാവും.